വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു സിർക്ക പ്യാജ് ഉണ്ടാക്കുവാണ്. ഇത് വലിയ സംഭവമൊന്നുമല്ല. ഉള്ളി വിനാഗിരിൽ ഇടുന്നതാണ്. ഞാനൊരു പാത്രത്തിൽ 1 കപ്പ് വെള്ളവും 2 ബേ ലീഫും 5, 6 നമ്മുടെ ഗ്രാമ്പൂവും 2, 3 കുരുമുളകും 1 സ്പൂൺ ഉപ്പും 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് ചൂടാക്കാൻ വെച്ചു. ഒന്ന് വരാറായപ്പോൾ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയും കൂടെ ഇട്ടിട്ട് അതങ്ങ് ഓഫ് ചെയ്ത് വെച്ചു. ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളിക്ക് നമ്മൾ നടുകെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നു. ഒരു 4 വര വരത്തക്ക വിധത്തിൽ, അതായത് ഞെട്ടില്ലാത്ത ഭാഗത്താണ് ഇത് വരച്ചു കൊടുക്കുന്നത്. ആ മുളകും ഒന്ന് മുറിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ 1 കപ്പ് വെള്ളമല്ലേ നമ്മൾ തിളപ്പിക്കാൻ വെച്ചത്, അതിലേക്ക് 1 കപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ച് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മുറിച്ച് കഴിഞ്ഞ് ഒരു ഒരു കുപ്പിക്കകത്തിട്ട് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ചു വെക്കാം. ഒരു രാത്രി അത് അങ്ങ് ഇരുന്ന് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്കതങ്ങ് എടുത്തു നോക്കാം. നല്ല ടേസ്റ്റാണ്. ഈ വെള്ളത്തിന് ഒരു എരിവും മധുരവും ചെറിയൊരു പുളിയും ഉണ്ട്. ഇതെല്ലാം ഈ ഉള്ളിയിൽ പിടിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പക്ഷെ ഞാൻ ഫ്ലോപ്പായി പോവുമോയെന്നൊന്ന് പേടിച്ചു. പക്ഷെ രാവിലെ എഴുന്നേറ്റത് എടുത്തു നോക്കിയപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കാര്യം ആ ഉള്ളിയിലെല്ലാം നല്ല കളർ വന്ന്, നല്ല ചുവപ്പ്, നമ്മുടെ ആ ബീട്രൂട്ടിൻ്റെ കളറെല്ലാം വന്ന് നല്ല രസമായിരുന്നു. ഇവിടെ നോർത്ത് ഇന്ത്യൻകാർ ഹോട്ടലിലൊക്കെ ഒത്തിരി ഓയിലി ഉള്ള ഫുഡുകളാണ് ഉണ്ടാക്കുന്നത്. അത് ഡൈജഷൻ ആകാനാണ് ഇവിടെയുള്ള ഹോട്ടലുകാർ ഇത് കൊടുക്കുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കോ, ഇഷ്ടപ്പെടും.